വറുത്തരച്ച് കടലക്കറിയാണ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ എടുത്ത് വച്ചിരിക്കുന്നത്. അതിനായിട്ടുള്ള സാധനങ്ങൾ: സവാള, തക്കാളി, എണ്ണ, കടുക്, കറിവേപ്പില, മല്ലിയില, മുളക് പൊടി, ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ്. അതിനായിട്ടുള്ള സാധനം: കടല ആദ്യം കടലയിലോട്ട് 2 കടല മിക്സ് ചെയ്താണ് വേവിക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി, പച്ചമുളക് എന്നിവ അതിലിട്ട് വേവിച്ചതിന് ശേഷം ഒരു ചട്ടി എടുത്ത് കുറച്ച് ഓയിലും കുറച്ച് 2-3 കഷ്ണം ചെറിയ ഉള്ളി വറുക്കാനുള്ളതാണ് ഇത്. കുറച്ച് കുരുമുളക്, കുറച്ച് പെരുംജീരകം, ഇതെല്ലാം കൂടെ തട്ടി മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം കുറച്ച് തേങ്ങയിട്ട് ഇളക്കുക. കുറച്ച് കരിവേപ്പിലയും കൂടെ. തേങ്ങയിട്ട് ഇളക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇളക്കുക. ബ്രൗൺ കളറാവണം. മല്ലിപ്പൊടി, കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർക്കണേ. നല്ല വറുത്തെടുക്കുക. മൂപ്പിച്ചതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് മൂപ്പിക്കുക. ഓരോരുത്തരും ഓരോ രീതിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. കടല വെന്ത് വന്നിട്ടുണ്ട്. നല്ല മൂപ്പിച്ച് കരിയാതെ എടുക്കണം. കരിഞ്ഞു പോകരുത്. കരിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഇല്ല. അടുത്ത ചട്ടി എടുത്ത് ഓയിൽ, കടുക്, കറിവേപ്പില, ചെറിയ ഉള്ളി മൂപ്പിച്ച്, ചെറിയ ഉള്ളിയിൽ സവാള ഇട്ട് വഴറ്റി, തക്കാളിയും ഇട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് സവാള മതി. നല്ല വഴറ്റിയെടുക്കുക. വറുത്തത് നമ്മൾ ആറാൻ വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. ആറിയതിന് ശേഷം മിക്സി ജാറിൽ തട്ടി അരച്ചെടുക്കണം. ഉപ്പ് ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ മതി. കൂടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ജാറിലോട്ട് വറുത്ത് വച്ചിരിക്കുന്നത് തട്ടി അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ടുണ്ട്. അതിന് കടലയിലോട്ട് ചട്ടി നിറഞ്ഞു പോയി കേട്ടോ. കടല എടുത്ത് തട്ടിയപ്പോൾ ചട്ടി നിറഞ്ഞു പോയി. കുറച്ച് മസാലപ്പൊടി പിന്നെ കുക്കറിലോട്ട് തിരിച്ച് ആക്കിയിട്ടുണ്ട്. കടലക്കറി റെഡി. വറുത്തരച്ച കടലക്കറി റെഡി. നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാം ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.